തങ്ങളെ കടന്നു പോകുന്ന യദുവിനെ ജിതനും അർജുനും സങ്കടത്തോടെയാണ് നോക്കി നിന്നത്. അവനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. പക്ഷേ എന്തോ വല്ലാത്ത വേദന തോന്നി അവർക്ക്. അപ്പോഴേക്കും സേവ്യർ അവർക്കടുത്തേക്ക് വന്നെത്തിയിരുന്നു. അങ്കിൾ, ആമയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. സത്യത്തിൽ സേവ്യർ അത് പറഞ്ഞപ്പോഴാണ് ജിതന് ആശ്വാസമായത്. അങ്കിൾ ഇവിടെ നിൽക്കണമെന്നില്ല. ആമയെ നാളെ റൂമിലേക്ക് മാറ്റൂ. പിന്നെ അങ്കിൾ വീട്ടിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുക്ക്. നാളെ കാലത്ത് വന്നാൽ മതി. ഞാനുണ്ടല്ലോ ഇവിടെ. സേവ്യർ പറഞ്ഞപ്പോൾ അല്പം അടിച്ചാണെങ്കിലും ജിതനും അർജുനും വീട്ടിലേക്ക് പോയി. കാളിയാർ മഠത്തിൽ ഹിമചെറുമിയുടെ മടിയിൽ തലവെച്ചെന്തൊക്കെയോ പദം പറഞ്ഞ് കരയുവാണ് ലച്ചു. അവളെ അവർ തലയിൽ കൈവച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും അവളെ ശാന്തമാക്കുന്നില്ലായിരുന്നു. വഴിയിലേക്ക് നോക്കി നിന്ന് തേങ്ങുന്ന ലച്ചുവിനെ കാണെ എല്ലാവർക്കും സങ്കടം തോന്നി. പക്ഷേ ഒരു തരത്തിലും അവളുടെ പ്രവൃത്തി ആർക്കും ന്യായീകരിക്കാൻ കഴിഞ്ഞതായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം നോക്കി പുറത്ത് സങ്കടം അഭിനയിച്ച് സന്തോഷിക്കുകയാണ് ഉത്തര. അവരുടെ ഉള്ളിലെ കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങൾ കടന്നു വന്നു. അരുണിമയെ വിളിച്ചു പറഞ്ഞതിനു ശേഷം ഉത്തര നേരെ ബാൽക്കണിയിലേക്കാണ് പോയത്. അവിടെ നിന്ന് നോക്കിയാൽ റോഡിലൂടെ നടന്നു പോകുന്ന ആമയെ വ്യക്തമായി കാണാമായിരുന്നു. പൂർണ്ണമായും അവളുടെ രൂപം അപ്രത്യക്ഷമാകുന്നത് വരെ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ അരുണിമയിൽ നിന്ന് തനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം മാത്രമായിരുന്നു. ആമിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അവൾ തന്നോട് ആവശ്യപ്പെട്ട കാര്യം. അല്ലാതെ യദുവിനെ അവൾക്ക് കിട്ടുമോ അല്ലയോ എന്നുള്ളത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് യദു ജീവനോടെ ഇല്ല എന്നറിഞ്ഞിട്ടും ഉത്തര ആമയെ ഇവിടെ നിന്ന് പുറത്താക്കിയത്. ഇനി ലച്ചു വഴക്ക് പറഞ്ഞതുകൊണ്ട് ആമ ഇറങ്ങിപ്പോയതാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കുറ്റം ലച്ചുവിൻ്റെ തലയിൽ കെട്ടിവെച്ച് താൻ സേഫാകും. ഇനി എന്തായാലും ആമയിന് ജീവനോടെ തിരിച്ചു വരാൻ പോണില്ല. അവർ ക്രൂരമായി ഒന്ന് ചിരിച്ചു. എന്നാൽ ആമി പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞതും കാളിയാർ മഠത്തിന് മുൻപിൽ ഒരു കാറ് വന്ന് നിന്നു. ആ ശബ്ദം കേട്ട് ഉത്തര താഴേക്ക് ഇറങ്ങുമ്പോൾ ലച്ചുവിൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്കൊന്ന് എത്തി നോക്കാനും മറന്നില്ല. മുത്തശ്ശി നല്ല ഉറക്കത്തിലും ലച്ചു ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയുന്ന തിരക്കിലുമാണ്. അവരെ ഒന്ന് നോക്കി താഴേക്ക് ഇറങ്ങിയപ്പോൾ വീടിന് മുൻപിൽ കാറ് നിർത്തിയതിനു ശേഷം ചെറിയമ്മമാര് മുത്തശ്ശനെ കൂട്ടി കാറിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ ഉത്തര സത്യത്തിലൊന്ന് ഞെട്ടി. കുറച്ചു മുൻപ് മുത്തശ്ശനെ കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ആളി തട്ടിപ്പോയോ എന്ന് അവർ ഉറപ്പിച്ചതായിരുന്നു. ആ ആളാണിപ്പോൾ പോയതിനേക്കാൾ ആരോഗ്യത്തോടെ തിരിച്ചു വന്നത്. വല്യച്ഛ, ഇപ്പം എങ്ങനെയുണ്ട്? ഉത്തര അവരുടെ അടുത്തേക്ക് പോയി മുത്തശ്ശനോട് ചോദിച്ചു. അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് രവിവർമ്മ പറഞ്ഞു, നിക്കൊന്നുമില്ല. യദുവിൻ്റെ കാറ് കത്തിപ്പോയി എന്ന് കേട്ടപ്പോൾ ഒന്ന് തളർന്നു. പക്ഷെ അവനൊന്നും പറ്റിയില്ല എന്നറിഞ്ഞപ്പോൾ എൻ്റെ അസുഖവും പോയി. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സോഫയിലേക്ക് ചാരി. എന്നാൽ അപ്പോഴേക്കും സ്റ്റെയർ ഇറങ്ങി വന്ന ലച്ചു മുത്തശ്ശൻ്റെ തോളിൽ ചാഞ്ഞിരുന്നു. വല്യേട്ടന് ഒന്നും പറ്റിയില്ലേ? ഏട്ടൻ സേഫാണോ? ഇടറുന്ന വാക്കുകളുടെ അതിലുപരി യാദവിനെ ഒന്നും പറ്റല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ലച്ചു അത് ചോദിച്ചത്. ഇല്ല മോളെ, നിന്റെ വല്യേട്ടനൊന്നുമില്ല, അവൻ സേഫാണ്. കാറ് കത്തിപ്പോകുന്നതിന് മുൻപ് യദു അതിൽ നിന്ന് പുറത്തേക്ക് ചാടിയിരുന്നു. അതുകൊണ്ട് അവനൊന്നും പറ്റിയില്ല. പക്ഷേ കത്തിക്കരഞ്ഞ കാറ് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഭയന്നു. അത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ലച്ചുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് ലച്ചുവിന് തൻ്റെ ശ്വാസം നേരെ വീണത്. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ പെട്ടെന്ന് ആമയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു. ഒരു നിമിഷം വല്യേട്ടൻ ഈ ലോകത്ത് നിന്ന് പോയി എന്ന് കേട്ടപ്പോൾ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. വായിൽ തോന്നിയതെല്ലാം ഏട്ടത്തിയെ വിളിച്ചു പറഞ്ഞു. അപ്പം തെറ്റും ശരിയും ഒന്നും ഓർത്തില്ല. ഏട്ടൻ മാത്രം, ഏട്ടൻ്റെ ഭാഗം മാത്രം. പക്ഷേ ഏട്ടത്തി അവരുടെ വേദനയോ കഷ്ടപ്പാടോ ഒറ്റപ്പെടലോ ഒന്നും ഓർത്തില്ല. എന്തിന്, തൻ്റെ കുഞ്ഞുങ്ങളെ പോലും ഓർത്തില്ല. ഏട്ടത്തിക്ക് വേദനിച്ചാൽ അവർക്ക് നോവുമെന്ന് ഓർത്തില്ല. ലച്ചുവിൻ്റെ ഹൃദയം അവളെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ ആ ഹാള് മുഴുവൻ ആമിയെ തിരയുമ്പോൾ അവിടെ എവിടെയും ലച്ചുവിന് ആമിയെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതെല്ലാം ഉത്തര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ ലച്ചു, നീ ആരെയെ തിരയുന്നത്? ഹാളിൻ മുഴുവൻ ആമിയെ തിരയുന്ന ലച്ചുവിനെ നോക്കിക്കൊണ്ട് ഹിമചെറിയമ്മ ചോദിച്ചു. അത് വല്യമ്മേ, ഏട്ടത്തി എവിടെ? പെട്ടെന്ന് പറയാൻ വന്നതെന്തോ പകുതിയിൽ നിർത്തിക്കൊണ്ട് ലച്ചു ഹിമയോട് ചോദിച്ചു. ഇത് നല്ല കഥ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് ഞങ്ങളാണോ നീയാണോ ആമി തിരയുന്നത്? അവൾ ഇവിടെ നിങ്ങളോടൊപ്പം അല്ലേ ഉണ്ടായിരുന്നത്? എന്നിട്ട്? ഹിമചെറിയമ്മ എന്തോ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് ഉത്തരയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. അതിന് ആമി ഇവിടെ ഇല്ലല്ലോ ചേച്ചി. ലച്ചു കാരണം ആമി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അതും രാത്രിക്ക് രാത്രി.
ഒരു നിമിഷം ഉത്തരയുടെ വാക്കുകൾ ഇരുത്തി പോലെ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ചെവിയിലേക്ക് പതിച്ചു. മുത്തശ്ശനും ചെറിയമ്മമാരും കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ ലച്ചുവിനെയും ഉത്തരയെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുവാണ്. ലച്ചുവിനാണെങ്കിൽ ആരോ അവളുടെ തലക്ക് കുടം കൊണ്ട് അടിച്ചതുപോലെ ഫീലാണ്. ഉത്തര പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ തലയിലൂടെ കടന്നുപോയി. എന്താ ആൻറ്റി, എന്താ പറഞ്ഞത്? ഏട്ടത്തി പോയെന്നോ? എങ്ങോട്ട്? വാക്കുകൾ പൂർത്തിയാക്കാൻ പോലും കഴിയാതെ ലച്ചുവിൻ്റെ തൊണ്ടയിടറി കണ്ണുകൾ നിർത്താതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ അവളെ നോക്കി പുച്ഛത്തിലൊന്ന് ചിരിച്ചുകൊണ്ട് ഉത്തര സംസാരിച്ചു തുടങ്ങി. നീ തന്നെയല്ലേ അവളെ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞത്? ഗർഭിണിയാണ്, നിന്റെ ഏട്ടൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് പോലും ഓർക്കാതെ ഏതു മരിക്കാൻ കാരണം ആമയാണെന്ന് പോലും നീ അവളോട് പറഞ്ഞില്ലേ? ആ പെണ്ണിന് എത്ര സങ്കടം തോന്നിയിട്ടുണ്ടാകും. അവളെ നോക്കി പുച്ഛത്തിൽ ഉത്തര പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആമയെ പറഞ്ഞ ഓരോ വാക്കുകളും ലച്ചുവിനെ തിരഞ്ഞു കുത്തുന്നത് പോലെ അവൾക്ക് തോന്നി. സങ്കടം കൊണ്ട് ലച്ചുവിൻ്റെ കണ്ണുകൾ വേഗത്തിൽ നിറഞ്ഞൊഴുകി. തന്നെ തുറിച്ചു നോക്കുന്ന ആളുകളെ നോക്കാൻ പോലും കഴിയാതെ ലച്ചു തലതാഴ്ത്തി നിന്നു. ഇപ്പോൾ ഇങ്ങനെ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഉത്തരയെ സംസാരിക്കാൻ അനുവദിക്കാതെ മുത്തശ്ശനിടയിൽ കയറി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ആമിമോൾ ഇറങ്ങിപ്പോയിന്നു, അതും ഈ രാത്രി. ഉത്തരയെയും ലച്ചുവിനെയും നോക്കി മുത്തശ്ശൻ അലറുമ്പോൾ രണ്ടുപേരും ഒന്ന് വിറച്ചുപോയി. മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ ലച്ചു തലതാഴ്ത്തി നിന്നു. എന്നാൽ അവൾ സ്വയം ഉരുകുകയായിരുന്നു. താൻ ഒരാൾ കാരണം ഏട്ടത്തി രാത്രി വീട് വിട്ടു പോയി. എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാകുക? ഏതവസ്ഥയിലായിരിക്കും? കൂട്ടിന് ആരെങ്കിലും ഉണ്ടാവുമോ? അതിനേക്കാളെല്ലാം ഉപരി ഏട്ടത്തി സുരക്ഷിതയായിരിക്കുമോ എന്നെല്ലാം ഓർക്കെ അവളുടെ ഉള്ളിലെ വേദന കൂടിക്കൊണ്ടിരുന്നു. ആമിയെ അങ്ങനെയൊക്കെ പറയാൻ തോന്നിയ നിമിഷത്തെ ഓരോ സെക്കൻഡും ലച്ചു ശപിച്ചുകൊണ്ടിരുന്നു. ലച്ചു! മുത്തശ്ശന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവിടെ ഉയർന്നതും അതുവരെ തല താഴ്ത്തി നിന്ന് ലച്ചു ഭയത്തിൽ തല ഉയർത്തി നോക്കി. അവിടെ ദേഷ്യത്തിൽ നിൽക്കുവാണ് മുത്തശ്ശനും ചെറിയമ്മമാരും. ഒരു പുച്ഛത്തോടെ എല്ലാം നോക്കി ഉത്തര ചുവരിൽ ചാരിയിരിക്കുന്നുണ്ട്. ഇവിടെ എന്താ ഉണ്ടായത്? മുത്തശ്ശൻ ഗൗരവത്തിൽ അത് ചോദിച്ചതും ഭയത്തിൽ ലച്ചു വിറച്ചുപോയി. പേടി കൊണ്ടും സങ്കടം കൊണ്ടും ഇടറുന്ന ശബ്ദത്തോടെ അവൾ നടന്ന കാര്യങ്ങൾ ഓരോന്നായി മുത്തശ്ശനോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. നടന്നതെല്ലാം പറഞ്ഞു നിർത്തി തല ഉയർത്തിയത് മാത്രമേ ലച്ചുവിന് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും അവളുടെ മുഖത്തൊരു കൈ വന്ന് പതിച്ചിരുന്നു. ആമി നിറഞ്ഞ കണ്ണുകളോട് മുത്തശ്ശനെ നോക്കി. അപ്പോഴും ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് അദ്ദേഹം. അവൾ വേദനയിൽ ചുളിഞ്ഞ മുഖത്തോടെ അമ്മയെയും വല്യമ്മയെയും ചെറിയമ്മയെയും നോക്കി. എന്നാൽ അവരും അവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുവാണ്. നിനക്ക് എങ്ങനെ തോന്നി ലച്ചു ആമിമോളോട് ഇങ്ങനെയൊക്കെ പറയാൻ? യദുവിന് ആക്സിഡൻ്റ് ആയതിൽ നിനക്ക് സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ നീ അതിന് ആമിയെ കുറ്റപ്പെടുത്തിയതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മുത്തശ്ശ, ഞാൻ... ലച്ചു എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തൻ്റെ വലത് കൈ ഉയർത്തി അവളെ തടഞ്ഞിരുന്നു അവർ. എന്തൊക്കെ പറഞ്ഞു എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മോളോട് നീ പറഞ്ഞത് കൂടിപ്പോയി. ഒന്നുമല്ലെങ്കിലും നിന്റെ മനസ്സിലുള്ള സേവിയറിനോടുള്ള ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ അവൾക്ക് നീ നൽകിയത് എന്തായാലും വലിയ സമ്മാനം തന്നെയാണ്. അവളെ നോക്കി ഗൗരവത്തിൽ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരെ ആവണി ചെറിയമ്മയുടെ അടുത്തേക്ക് പോയി. മോളെ, ജിതിനിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും. അവനോട് ആമി മോളെ എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറയണം. എനിക്ക് വയ്യാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ആമി മോളെ തിരക്കി ഇറങ്ങുമായിരുന്നു. അതൊന്നും വേണ്ട അച്ഛ, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എയർപോർട്ടിൽ അർജുനുമുണ്ട്. രണ്ടുപേരും ആമിമോളെ തിരക്കി നടക്കുവാണ്. എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യദുവിൻ്റെ ഫോൺ ഇപ്പോഴും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവന് കുഴപ്പമൊന്നുമില്ല. ആമിമോളെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം. മോൾ ഇവിടെ എത്തുന്നതിന് മുൻപ് യദു ഇവിടെ എത്തിയാൽ അവൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും തെറ്റുകാരായി നിൽക്കേണ്ടി വരും. ഭഗവതി, യദു എത്തുന്നതിന് മുൻപ് ഒരു കുഴപ്പമില്ലാതെ ആമിമോളെ കണ്ടുപിടിക്കാൻ കഴിയണേ. ഇനി അവൾക്കോ കുഞ്ഞുങ്ങൾക്കോ വല്ലതും സംഭവിച്ച യദുവിൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്തവരായി പോകും നമ്മൾ. അത് പറഞ്ഞുകൊണ്ട് വേദനയോടെ മുത്തശ്ശൻ സോഫയിലേക്കിരുന്നു. എന്നാൽ മുത്തശ്ശനിൽ നിന്ന് അറിഞ്ഞ വാർത്ത ഞെട്ടിത്തരിച്ചു നിൽക്കുവാണ് ലച്ചു. അവളുടെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ ഭാരം കൂടിക്കൊണ്ടിരുന്നു. കണ്ണുകൾ മത്സരിച്ച് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അതിനേക്കാളെല്ലാം ഉപരി അവിടെ അലട്ടിക്കൊണ്ടിരുന്നത് ആമിക്കും കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നുള്ള ഭയമായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ചെറിയമ്മമാരും. ആ രാത്രി ഉറക്കമില്ലാതെ ഹാളിൻ്റെ ഓരോ മൂലയിലായിരുന്നു. അവരെല്ലാവരും ആമിക്കൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഉത്തര. ആമി ഇവിടെ നിന്ന് പോയിട്ട് ഏകദേശം 1.5 മണിക്കൂറിന് മുകളിലായി. ഇപ്പോൾ അവൾ അരുണിമയുടെ ആളുകളുടെ കയ്യിലെത്തിയിട്ടുണ്ടാകും.
ചിലപ്പോൾ കൊന്നു കളഞ്ഞിട്ടുണ്ടാകും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി തൻ്റെ പേര് പറഞ്ഞു വരാൻ പോകുന്നില്ല. ചത്തുപോയവൾ തിരിച്ചു വന്ന് ഞാനാണ് ഇറക്കി വിട്ടതെന്ന് പറയുകയുമില്ല. അതുകൊണ്ട് ആമി മരിച്ചു പോയതിൻ്റെ കുറ്റം ലച്ചുവിൻ്റെ തലയിൽ കെട്ടിവെച്ച് താൻ സേഫാകാം. ഒരിക്കലും ആമീന് ജീവനോടെ തിരിച്ചു വരാൻ പോണില്ല. ഇനി അരുണിമയെ യദുവിന് വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നോട് അവൾ ആവശ്യപ്പെട്ട ജോലി ഞാൻ തീർത്ത സ്ഥിതിക്ക് ഇനി എൻ്റെ ആവശ്യം അവൾ നടത്തി തന്നേ മതിയാകൂ. അവർ ക്രൂരമായി ഒന്ന് ചിരിച്ചു. ഹോസ്പിറ്റൽ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുവാണ് യദു. അവൻ്റെ അടുത്ത് തന്നെ സേവ്യറുമുണ്ട്. ഒരു ഡോക്ടറും പിന്നെ നഴ്സും ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്തേക്ക് കയറി. ഡ്രസ്സിംഗ് റൂമിലിട്ടിട്ടുള്ള ബെഡിലിരിക്കുകയാണ് യദു. അവൻ്റെ മുഖത്ത് പതിവ് പോലെ ഗൗരവം തന്നെയാണ്. എങ്കിലും ഇതൊന്ന് വേഗം തീർന്നു കിട്ടിയാൽ മതിയെന്നായിരുന്നു മനസ്സിൽ. നഴ്സ് വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു. ബ്ലേസർ അഴിക്കാനായി കൈ ഉയർത്തി. എന്നാൽ അവൻ അവരെ ഒന്ന് ഗൗരവത്തിൽ നോക്കിയതും അവൻ്റെ കണ്ണുകളിലെ ഗൗരവം കണ്ട് നഴ്സ് തൻ്റെ കൈ മാറ്റിക്കൊണ്ട് അല്പം മാറി നിന്നു. എന്നാൽ അവൻ അവരെ ഒന്നുകൂടി നോക്കിയതിനു ശേഷം സ്വയം അത് തന്നിൽ നിന്ന് അടർത്തി മാറ്റി. ബ്ലേസർ അവനിൽ നിന്ന് അടർത്തി മാറ്റിയതും അതിനടിയിൽ ഇട്ടിരിക്കുന്ന ചെറിയ കോട്ടും അതിനടിയിലായുള്ള വൈറ്റ് കളർ ഷർട്ടും പതിയെ അഴിച്ചു മാറ്റിയതും പ്യുവർ വൈറ്റ് കളറിലുള്ള ഷർട്ടിൽ വലത്തെ സൈഡിൽ ഷോൾഡർ താഴെയായി പടർന്നു കിടക്കുന്ന രക്തക്കറയിലേക്ക് അവരുടെ ശ്രദ്ധ പോയി. ഒരുവിധം അവൻ്റെ ആ ഷർട്ട് റെഡ് കളറായിരുന്നു. ഡോക്ടറെയും സേവ്യനെയും ശ്രദ്ധ ആ ഷർട്ടിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന രക്തത്തിലേക്ക് പോയപ്പോൾ നേഴ്സ് ശ്രദ്ധ മുഴുവൻ അവൻ്റെ ഉറച്ച ശരീരത്തിലേക്കായിരുന്നു. അവൻ്റെ ഉയർന്നു നിൽക്കുന്ന സിക്സ് പാക്കിൽ നിന്നും അവരുടെ കണ്ണുകൾ മുകളിലേക്ക് സഞ്ചരിച്ചു. ആ ഉറച്ച നെഞ്ചും കടന്ന അവരുടെ കണ്ണുകൾ അവൻ്റെ വിരിഞ്ഞു നിൽക്കുന്ന ഷോൾഡറിലേക്കും കൈകളിലെ മസിലുകളിലേക്കും പോയി. പതിയെ ആ കണ്ണുകൾ വീണ്ടും ഉയർന്നു അവൻ്റെ മുഖത്തേക്ക് എത്തിയതും വലിഞ്ഞു മുറുകി ദേഷ്യത്തോടെ ഇരിക്കുന്ന യാദവിൻ്റെ മുഖമാണ് അവർ കാണുന്നത്. അതോടെ അതുവരെയുള്ള വായി നോട്ടം നിർത്തി അവർ അവനെ ജോലി തുടർന്നു. അപ്പോഴേക്കും ഡോക്ടർ വേഗം യദുവിനടുത്തേക്ക് പോയി. അവൻ്റെ നെഞ്ചിൽ നീളത്തിൽ കാണുന്ന മുറിവ് പരിശോധിച്ചതും ആ മുറിവിന് നല്ല മാടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന രക്തം പതിയെ തുടച്ചു നീക്കിയതിനു ശേഷം ശ്രദ്ധയോടെ അവർ ആ മുറിവിന് സ്റ്റിച്ചിട്ടു. 7 സ്റ്റിച്ചുണ്ടായിരുന്നു. ശരീരമൊന്നും മരവിക്കുക പോലും ചെയ്യാതെ സ്റ്റിച്ചിടുമ്പോൾ വലിയ ഭാവമൊന്നുമില്ലാതെ ഇരിക്കുന്നവനെ ആ ഡോക്ടറും നഴ്സും അത്ഭുതത്തോടെ നോക്കിയപ്പോൾ സേവ്യർ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. സ്റ്റിച്ച് ചെയ്ത് മുറിവ് ഡ്രസ്സ് ചെയ്തതിനു ശേഷം സേവ്യർ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തൊരു വൈറ്റ് കളർ ടീഷർട്ട് ധരിച്ചതിനു ശേഷം അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഡോക്ടർ അവനോട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാത്തതുപോലെ അവൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ കതക് തുറന്ന് പുറത്തേക്ക് പോയി. ആമിയുടെ BP ഒന്ന് നോർമൽ ആയതുകൊണ്ട് ഡോക്ടർ ഉടനെ അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് യാദവ് നേരെ ആമി കിടക്കുന്ന മുറിയിലേക്കാണ് പോയത്. സേവ്യർ ആമിയുടെ മുറി കാണിച്ച ഉടനെ യാദവ് അതിനടുത്തേക്ക് പോയി. യാദവ് പതിയെ മുറിയുടെ കതക് തുറന്നകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് ബെഡിൽ ശാന്തമായി ഉറങ്ങുന്ന ആമിയെയാണ്. അതുവരെ ചുട്ടുപൊള്ളി അവൻ്റെ മനസ്സിലേക്ക് ഒരു തണുത്ത കാറ്റ് വന്ന് വീശി. ഒരു നിമിഷം ശാന്തമായി കിടക്കുന്ന ഉറങ്ങുന്ന ആമിയുടെ മുഖം കണ്ടപ്പോഴാണ് അതുവരെ വേഗത്തിലിടിച്ച യദുവിൻ്റെ ഹൃദയമൊന്ന് ശാന്തമായത്. അപ്പോഴേക്കും അവൻ്റെ കാലുകൾ വേഗത്തിൽ ബെഡിൽ കിടക്കുന്ന ആമിയുടെ അടുത്തേക്ക് സഞ്ചരിച്ചിരുന്നു. ക്ഷീണിച്ച മുഖവുമായി ബെഡിൽ കിടക്കുന്ന ആമിയുടെ അടുത്തേക്ക് ചെന്ന് യാദവ് അവളുടെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. തൻ്റെ മുൻപിൽ വന്ന് വീണ ആമിയുടെ ചിത്രം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് ആ നിമിഷം കടന്നു വന്നത്. പതിയെ അവൻ്റെ കൈകൾ കൊണ്ട് യാദവ് ആമിയുടെ നെറുകയിൽ തലോടി. അപ്പോഴും അവൻ്റെ സാമീപ്യം പോലും അറിയാതെ സുഖനിദ്രയിലായിരുന്നു അവൾ. സൈഡിലായിട്ടിരിക്കുന്ന ചെയറെടുത്ത് ആമിയുടെ ബെഡിനടുത്തേക്കിട്ട് അതിൽ തന്നെ ചാരിയിരുന്നു അവൻ. അപ്പോഴും ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ ആമിയിൽ തന്നെയായിരുന്നു അവൻ്റെ കണ്ണുകൾ. പിന്നെപ്പോഴോ ക്ഷീണം കൊണ്ട് അവ അടഞ്ഞുപോയി. എന്തോ ശബ്ദം കേട്ടാണ് യാദവ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. നിമിഷ നേരം കൊണ്ട് ആമിയുടെ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞിരുന്നു. വേഗത്തിലിരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയതും കാണുന്നത് ഉറക്കത്തിൽ എന്തൊക്കെയോ വ്യക്തമല്ലാതെ പുലമ്പുന്നവളെയാണ്. അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ വാക്കുകൾക്ക് വേണ്ടി അവൻ കാതോർത്തു നിന്നു. എന്നൊന്ന് ചെയ്യല്ലേ, എനിക്ക് പേടിയാകും. ഓരോ അക്ഷരങ്ങളായി പറയുന്നതിനോടൊപ്പം അവൾ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. പതിയെ അവളുടെ കവിളിലായി കൈവച്ച് ചെയ്ത് വിളിച്ചതും ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ കൈകളിൽ കടന്ന് പിടിച്ചിരുന്നു. എന്നെ വിട്ടു പോകല്ലേ, എനിക്ക് പേടിയാവുന്നു എന്ന് പുലമ്പുന്നതിനോടൊപ്പം അവൻ്റെ കൈ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അവൾ. ജിതൻ്റെ കാറ് കാളിയാർ മഠത്തിന് മുൻപിൽ നിന്നതും അതുവരെ ഹാളിൽ പല ഭാഗത്തായി ടെൻഷനോടെ ഇരുന്നവരെല്ലാം അങ്ങോട്ട് നോക്കി. അതുവരെ കരഞ്ഞു തളർന്നിരുന്ന ലച്ചു പ്രതീക്ഷയോടുകൂടി വാതിൽക്കലേക്ക് നോക്കി നിന്നു.
കാറിന്റെ കതക് തുറന്ന് സങ്കടം നിറഞ്ഞ മുഖത്തോടെ ജിതൻ അകത്തേക്ക് കയറിയതും ആവണി ചെറിയമ്മ പ്രതീക്ഷയോടെ ഓടി അയാളുടെ അടുത്തേക്ക് പോയി. എന്തായി, ആമിയെ കിട്ടിയോ? ജിതന്റെ അടുത്തേക്ക് പോയി അത് തിരക്കുമ്പോൾ ആമിക്കൊന്നും പറ്റരുത് എന്ന് അവരുടെ മനസ്സ് അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ മാത്രമല്ല, ഹാളിലിരിക്കുന്ന മറ്റു 2 ചെറിയമ്മമാരും കരഞ്ഞു തളർന്ന ലച്ചുവിൻ്റെയും മനസ്സ് നിറയെ ആമി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ജിതന്റെ മറുപടി അറിയാൻ അവർ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ജിതനെ നോക്കിക്കൊണ്ട് രവിവർമ്മ ഗൗരവത്തിൽ ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് പറയൂ ജിത, വിവരം കിട്ടിയോ? തന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന അച്ഛനെ നോക്കിക്കൊണ്ട് ജിതൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആമിമോൾ ചെന്ന് പെട്ടത് ഏതോ ഗുണ്ടകളുടെ അടുത്താ. അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു ഓടുമ്പോൾ യാദൃശികമായി യദുവിൻ്റെ കാറ് മുൻപിൽ തന്നെ എത്തി. അവൻ കണ്ടതുകൊണ്ട് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ച സമയത്ത് അല്പം ക്രിട്ടിക്കലായിരുന്നു. എങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നാളെ കാലത്ത് ആമിയെ മുറിയിലേക്ക് മാറ്റും. അതുവരെ ആരെയും കാണാൻ അനുവദിക്കുന്നില്ല. പിന്നെ യദുവും സേവിയും അവിടെ ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആളിലുള്ള സോഫയിലേക്കിരുന്നു. ലച്ചു ഉൾപ്പെടെ വീട്ടിലുള്ള എല്ലാവരെയും ശ്വാസം അപ്പോഴാണ് നേരെ വീണത്. ഇതുവരെ ആമിക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നുള്ള ഭയമായിരുന്നു അവരുടെ എല്ലാം ഉള്ളിൽ. പക്ഷേ എന്നാൽ ഇവിടെ നടന്നതിനെ കുറിച്ചെല്ലാം യാദവ് അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതോർത്ത് എല്ലാവർക്കും ഭയമുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യവും ഗൗരവവും കാണിക്കുന്നവനാണ്. അപ്പം പിന്നെ സ്വന്തം ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. എങ്ങനെയൊക്കെ ലച്ചുവിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരു ഗർഭിണിയാണ് എന്നതിലുപരി യദു കാരണം അങ്ങേയറ്റം ബാധിക്കപ്പെട്ട ഒരു പെൺകുട്ടി, അതും ഒരു തെറ്റും ചെയ്യാതെ, അവൾ ഈ സമയത്ത് അത്രത്തോളം വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക ആത്മാഭിമാനമുള്ള ഏതൊരു പെൺകുട്ടിക്കും കേട്ടു നിൽക്കാൻ സാധിക്കാത്ത വാക്കുകൾ തന്നെയാണ് ലച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആമിയെ തെറ്റ് പറയാനും സാധിക്കില്ല. ആരും ഒന്നും മിണ്ടിയില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോയത് ഇതേ ചിന്തകൾ തന്നെയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഉത്തരയുടെ സമാധാനം മുഴുവൻ ഇല്ലാതാക്കാൻ ജിതൻ പറഞ്ഞ വാക്കുകൾ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. അവരുടെ കൈകളിൽ നിന്ന് യദു ആമിയെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്നലെ ഇവിടെ നടന്നത് അവൻ അറിഞ്ഞിട്ടുണ്ടാകും. ഇനിയൊരു പക്ഷേ ഗുണ്ടകൾ പറഞ്ഞില്ലെങ്കിൽ കൂടി ബോധം വന്ന ഉടനെ ആമി പറയാലോ. സെക്കൻഡുകൾ കഴിയുന്തോറും ഉത്തരയുടെ ഉള്ളിൽ ഭയം കൂടിക്കൊണ്ടിരുന്നു. അവരുടെ മുഖമാകെ വിളറി വെളുത്തു. ഭയത്തിൽ ശരീരം ആസകലം വിയർപ്പ് പൊടിയാൻ തുടങ്ങി. ഇതെല്ലാം മറ്റൊരാൾ കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ലച്ചുവിൽ ഉയർന്നത് ആശ്വാസം മാത്രമായിരുന്നു. ഒരു പക്ഷേ ഇന്ന് രാത്രി ആമിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം ലച്ചുവിനെ വേട്ടയാടിയിരുന്നു. ഇനി തനിക്ക് സ്വസ്ഥമായിരിക്കാം. ഇനി കാളിയാർ മഠമോ വലിയേട്ടനോ തനിക്ക് വേണ്ടി എന്ത് ശിക്ഷ വിധിച്ചാലും അത് സ്വീകരിക്കാൻ അവൾ തയ്യാറായിരുന്നു. ആ ശിക്ഷ അവൾ അർഹിക്കുന്നുണ്ട് എന്ന് അവൾക്കും അറിയാവുന്നതാണ്. നാളെ കാലത്ത് ആമയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും യാദവ് സമ്മതിച്ചില്ലെങ്കിൽ കൂടി എങ്ങനെയെങ്കിലും യാദവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് ആമയെ തിരിച്ച് കാളിയാർ മഠത്തിലേക്ക് കൊണ്ടുവരണമെന്നും അവർ തീരുമാനിച്ചു. കുറച്ചു നേരം അതേ ഇരുപ്പ് എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്നതിനു ശേഷം ഓരോരുത്തരായി മുറിയിലേക്ക് പോയി. ഒരു നിമിഷം ആമിയുടെ പ്രവൃത്തിയിൽ യാദവ് ഞെട്ടിത്തരിച്ചു നിന്നുപോയി. തൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ രണ്ടും അടച്ച് പുലമ്പുന്ന അവളെ അവൻ വേദനയോടെ നോക്കി. ക്ഷീണിച്ച മുഖവും വീർത്തുന്തിയ വയറും എന്തൊക്കെയോ അവ്യക്തമായി പറയുന്നതിനോടൊപ്പം അവളുടെ ശരീരവും ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ അവളെ അത്രത്തോളം വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ആ ഭയത്തിൽ നിന്ന് ഇപ്പോഴും അവൾക്ക് പുറത്തു വരാൻ സാധിക്കാത്തത്. അവൻ്റെ കണ്ണുകൾ ചുവക്കുകയും നിറയുകയും ചെയ്തു. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവളോടൊപ്പം ആ ബെഡിലേക്ക് കയറി കിടന്നു. അവളെ തൻ്റെ 2 കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്ത് കിടത്തുമ്പോൾ തൻ്റെ ഷോൾഡറിന് താഴെയായി ഭാഗത്ത് സ്റ്റിച്ചിലായി അമരുന്ന അവളുടെ കൈകൾ അവൻ്റെ ശരീരത്തിൽ നൽകുന്ന വേദന പോലും അവൻ അറിഞ്ഞില്ല. അതിൽ നിന്ന് ചോര പൊടിയുന്നതും അവൻ അറിഞ്ഞില്ല. ഇതേ സമയം ഒരാശ്രയം കിട്ടിയതുപോലെ അവനോട് കൂടുതൽ ചേർന്ന ആ സംരക്ഷണ കവചത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു അവൾ. വെളുപ്പിന് 6 മണിക്കാണ് സേവ്യർ കണ്ണു തുറന്നത്. ഇന്നലെ ഇരുന്നുള്ള ഉറക്കം കാരണം അവൻ്റെ ശരീരം മുഴുവൻ നല്ല വേദനയായിരുന്നു. സാധാരണ ഇതിലും നേരത്തെ എഴുന്നേൽക്കാറുള്ളതാണ്. പക്ഷേ ഇന്നലെ ശരിക്കുറങ്ങാത്തത് കൊണ്ടാണ് ഇന്ന് വൈകിയത്. ആമിയുടെ മുറിയുടെ മുൻപിലിട്ടിരിക്കുന്ന ചെയറിൽ നിന്ന് സേവ്യർ എണീറ്റിരുന്നു. ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തതിനു ശേഷം മുറിയിലേക്ക് പോയി. ഒന്ന് ഫ്രഷായി വീണ്ടും പുറത്തേക്ക് വന്നു. ഇപ്പം സമയം 7 മണി. ഇതുവരെ ആമയുടെ മുറിയിൽ നിന്ന് യാദവ് പുറത്തേക്ക് വന്നിട്ടില്ല.
സാധാരണ ഷാർപ്പ് 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതിൽ മാറ്റമില്ല. കുറച്ചു നേരം കൂടെ നിന്നിട്ട് യദുവിനെ കാണുന്നില്ലെന്ന് കണ്ടതും സേവ്യർ പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചു. ആമിയുടെ മുറിക്ക് മുൻപിൽ നിന്ന് കതകിൽ 2 പ്രാവശ്യം തട്ടി നോക്കിയെങ്കിലും ആരും ഡോറ് തുറന്നില്ല. പിന്നെ അല്പം അടിച്ചാണെങ്കിലും അവൻ ഡോറ് തുറന്ന് പതിയെ അകത്തേക്ക് കയറി. എന്നാൽ അവിടെ കണ്ട കാഴ്ചയിൽ സേവ്യറിന്റെ മനസ്സ് നിറഞ്ഞു. ചുണ്ടിലൊരു പുഞ്ചിരി കൂടെ വിരിഞ്ഞു. ആമിയെ പൊതിഞ്ഞു പിടിച്ചു കിടക്കുന്ന യാദവിനോട് ചേർന്ന് കിടക്കുന്ന ആമിയും. ചെറിയ ബെഡായതുകൊണ്ട് തന്നെ അതിൽ വളരെ ഉയരുകിയ അവസ്ഥയിലാണ് അവർ ഉറങ്ങുന്നത്. പക്ഷേ ശാന്തമായ ഉറക്കമാണ്. കണ്ടാൽ തന്നെ അറിയാം. ആമി യാദവിൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുമ്പോൾ യാദവ് ഒരു കൈകൊണ്ട് അവളെയും മറുകൈ കൊണ്ട് കുഞ്ഞുങ്ങളെയും പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. കുറച്ചു നേരം അവരെ നോക്കി നിന്നതിനു ശേഷം സേവ്യർ തൻ്റെ ഫോണെടുത്ത് അതിലേക്ക് ആ മനോഹര ചിത്രം പകർത്തിയെടുത്തു. പിന്നെ ഒന്നും അറിയാത്തതുപോലെ ഡോറ് ക്ലോസ് ചെയ്ത് പുറത്തേക്ക് പോയി. ആരുടെയോ കരവലയത്തിലാണ് താനെന്നറിഞ്ഞപ്പോഴാണ് ആമി കണ്ണുകൾ വലിച്ചു തുറന്നത്. പെട്ടെന്ന് തലേ ദിവസത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നപ്പോൾ അവളിൽ വീണ്ടും ഭയം നിറഞ്ഞു. പിടഞ്ഞുകൊണ്ട് ആമി ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ഉറക്കത്തിൽ നിന്ന് പിഴഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യാദവ് അവളുടെ പുറത്ത് തലോടിക്കൊടുത്തു. പേടിക്കണ്ട, ഞാനുണ്ട്. ഒരു നിമിഷം അവൻ്റെ ആ പ്രവൃത്തിയിൽ ആമിയാകെ ഞെട്ടിയിരുന്നു. ഭയത്തിൽ എഴുന്നേൽക്കാൻ പോയവർ തന്നെ ആരോ ചേർത്ത് പിടിച്ചതും ആദ്യം ഒന്ന് ഭയന്നുവെങ്കിലും അവൻ്റെ പരിചിതമായ ശബ്ദവും ഗന്ധവും സാമീപ്യവും അതാരാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ആമിയുടെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് വിടർന്നു. ഇന്നലെ ലച്ചു തന്നോട് പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു അവളുടെ മനസ്സു നിറയെ. ലച്ചു അവളുടെ വല്യേട്ടൻ ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞത് മാത്രം ഇപ്പോഴും ആമിയുടെ കാതിൽ അലയടിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഒരു നിമിഷം ഞെട്ടലോടെ ആമി തലയുയർത്തി നോക്കി. തന്നെ പൊതിഞ്ഞു പിടിച്ച് ശാന്തമായി ഉറങ്ങുന്ന അവനിലേക്ക് അവളുടെ ശ്രദ്ധ പോയി. ആദ്യം അവളുടെ ഉള്ളിൽ ഒരു ആശ്വാസം നിറഞ്ഞു. പിന്നെ അവളുടെ കണ്ണുകൾ വിടർന്നു. ചെറുതായി നീര് പൊടിഞ്ഞു. അതുവരെ തടഞ്ഞു നിർത്തിയ സങ്കടവും ഒറ്റപ്പെടലും ഭയവും അവളിൽ നിന്നൊരു തേങ്ങലായി പുറത്തേക്ക് വന്നു. പിന്നെ ഒന്നും ചിന്തിക്കാതെ അവനോട് ചേർന്ന് കിടന്ന് ആ നെഞ്ചിലേക്ക് മുഖാമർത്തുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി താഴേക്ക് പതിച്ചു. സത്യത്തിൽ ഭയന്നിരുന്നു ആമി. വേദനിച്ചിരുന്നു അവളുടെ ഉള്ളം. അവനില്ലായ്മയിൽ തളർന്നു പോയിരുന്നു അവൾ. ഇന്നലെ തനിക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയതാണ്. മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയെന്ന് നനച്ചവൻ്റെ സാമീപ്യവും സംരക്ഷണവും അവൾക്ക് അപ്പോൾ വല്ലാത്ത ആശ്വാസമാണ് നൽകിയത്. അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ മുഖം പൂഴ്ത്തി കരയുമ്പോൾ ഉറക്കത്തിലെന്ന പോലെ അവളെ ഒന്നുകൂടെ തന്നോട് പൊതിഞ്ഞു പിടിച്ചിരുന്നു അവൻ. അവളും ആശ്വാസത്തോടെ കണ്ണുകളടച്ച് അവനോട് ചേർന്ന് കിടന്നു. ആ നിമിഷങ്ങളിലൊന്നും യാദവ് അവളോട് ചെയ്തു പോയ അവളുടെ കുടുംബത്തോട് ചെയ്ത തെറ്റുകളും അവൻ സമ്മാനിച്ച് അവൾക്ക് മറക്കാൻ കഴിയാത്ത വേദനകളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. അതിനു പകരം ഇതുവരെ അവൻ തനിക്ക് തന്ന, ഇന്നലെ താൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവൻ്റെ സംരക്ഷണവും കരുതലും മാത്രമായിരുന്നു. ആമി പതിയെ യാദവിന് ഒന്ന് തല ഉയർത്തി നോക്കി. കണ്ണുകൾ അടച്ചു. ഇപ്പോഴും ഉറക്കത്തിലാണ്. പക്ഷേ ഒരിക്കലും വിടില്ല എന്ന പോലെ ആ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവളൊന്ന് അനങ്ങിയതും വീണ്ടും ഒരു കൈ കൊണ്ട് ആമിയുടെ പുറത്തവൻ തട്ടിക്കൊടുത്തു. സമയം പോകുന്നതിനനുസരിച്ച് തട്ടിക്കൊടുക്കുന്നതിൻ്റെ അവൻ്റെ കൈയുടെ വേഗതയും കുറഞ്ഞു വരുന്നുണ്ട്. അവൻ്റെ മുഖത്തേക്ക് തന്നെ കുറച്ചു നേരം നോക്കി. അതുപോലെ തന്നെ കിടന്നു ആമി. അവനെ തന്നെ നോക്കിക്കൊണ്ട് ഗൗരവം നിറഞ്ഞ മുഖമാണെങ്കിലും ഉറങ്ങുമ്പോൾ അവൻ ശാന്തമാണ്. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ചെറുതായി കാറ്റിൽ പാറി കളിക്കുന്നുണ്ട്. എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൻ്റെ നെറ്റിയിൽ പാറി കളിക്കുന്ന മുടിയിഴകളെ അവൾ ഒതുക്കി വെച്ചു. അവളുടെ കൈകൾ അവൻ്റെ നെറ്റിയിൽ നിന്ന് അവൻ്റെ കണ്ണിൽ നിന്ന് കവിളിലേക്കും സഞ്ചരിച്ചു. എന്നാൽ പെട്ടെന്ന് എന്തോർത്തതുപോലെ അവൾ അവനിൽ നിന്ന് കൈകൾ അടർത്തി മാറ്റി. തന്നിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന അവൻ്റെ കൈകളെ അടർത്തി മാറ്റിയതിനു ശേഷം അവളൊന്ന് ആഞ്ഞു ശ്വാസമെടുത്തു. എന്നിട്ട് പതിയെ ബെഡിൽ നിന്നിറങ്ങി ബാത്റൂമിലേക്ക് പോയി. അപ്പോഴും കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ മനസ്സ്. താൻ യാദവിനോട് ചേർന്ന് കിടന്നതും അവനെ സ്പർശിച്ചതും ഓർക്കെ അവൾക്ക് സ്വയം വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ആ ചിത്രം തന്നെ അവൾ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഏതോ ലോകത്തെന്ന പോലെ ബാത്റൂമിലേക്ക് കയറി പോകുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് യാദവ് ഒന്ന് തിരിഞ്ഞു കിടന്നു. അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. കുറച്ചു നേരം ചുമരിലേക്ക് ചാരി നിന്നു. അപ്പോഴും മനസ്സ് നിറയെ യാദവാണ്. എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യാദവിൻ്റെ സാമീപ്യമാണ് തനിക്ക് ആവശ്യമെന്ന് അവൾക്കറിയാം. കാരണം മറ്റാരെക്കാളും അവളെ മനസ്സിലാക്കാനും സംരക്ഷിക്കാനും അവന് സാധിക്കും.
പെട്ടെന്നാണ് ആമയുടെ കാലുകളൊന്നിടറിയത്. ഒരുവിധം അവൾ ചുവരിനോട് ചേർന്ന് നിന്നു. ശരീരത്തിനെല്ലാം ബലം നഷ്ടപ്പെടുന്നത് പോലെ. ആമയ്ക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. കൈയും കാലുമെല്ലാം ആകെ തളരുന്നത് പോലെ. പുറത്തേക്ക് വരുമ്പോൾ യാദവ് ബെഡിൽ എണീറ്റിരിക്കുവായിരുന്നു. അവൻ്റെ കയ്യിലുള്ള ഫോണിൽ എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുവാണ്. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയി. ബാത്റൂമിൻ്റെ കതക് തുറന്ന പുറത്തേക്ക് വരുന്ന ആമയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ചളിപ്പ് തോന്നി. ഇന്നലെ വരെ വെറുപ്പാണ്, ദേഷ്യമാണ് എന്ന് പറഞ്ഞ് അകറ്റിയിട്ട് ഇന്ന് താൻ തന്നെ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കുന്നു. എന്നാൽ യാദവിൻ്റെ ശ്രദ്ധ മുഴുവൻ നടന്നു വരുന്ന ആമയിലാണ്, അവളുടെ ഇടറുന്ന കാലുകളിലാണ്. മുന്നോട്ട് ഓരോ അടിയായി നടക്കുമ്പോൾ അറിയാതെ അവളുടെ കാലുകൾ ഒന്നുകൂടെ ഇടറിയിരുന്നു. എന്നാൽ അവൾ താഴേക്ക് പതിക്കുന്നതിനു മുൻപ് യാദവ് അവളുടെ അടുത്തേക്ക് പോയി അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. ഉടനെ ആമയും അവനോട് ചേർന്ന് നിന്നു. ഒന്ന് വീഴാൻ പോയെങ്കിലും താൻ താഴേക്ക് പതിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കാരണം യാദവ് അവൾക്കടുത്ത് തന്നെ ഉണ്ട് എന്നത് തന്നെയാണ്. പെട്ടെന്ന് ആമി അവനോട് ചേർന്ന് നിന്നു. എന്നാൽ പതിവ് പോലെ അവൾക്ക് പിടുത്തം കിട്ടിയത് അവൻ്റെ വലത്ത് ഭാഗത്ത് മുറിവിലാണ്. പോരാത്തതിന് താഴെ വീഴാതിരിക്കാൻ ഒരു ഉറപ്പിനു വേണ്ടി ആ മുറിവിലേക്ക് ഒന്നുകൂടെ കൈ അമർത്തുകയും ചെയ്തു. പതിയെ ആ മുറിവിൽ നിന്ന് വീണ്ടും ചോര പൊടിയാൻ തുടങ്ങി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആമിയെ കൈകളിലെടുത്ത് യാദവ് ബെഡിലേക്ക് ഇരുത്തി. വയ്യെങ്കിൽ വിളിക്കാമായിരുന്നില്ലേ? അവളെ നോക്കാതെ സേവ്യർ അല്പം മുൻപ് കൊണ്ടുവന്ന് തന്ന ഫ്ലാസ്കിൽ നിന്ന് ചായ കപ്പിലേക്ക് പകർത്തിക്കൊണ്ടാണ് അവൻ ചോദിച്ചത്. എന്നാൽ ആമി അതിനൊന്നും പറഞ്ഞില്ല. അവളെ നിന്ന് നോക്കിക്കൊണ്ട് യാദവ് തൻ്റെ കയ്യിലുള്ള കാപ്പി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. കൂടെ കുറച്ച് ബിസ്ക്കറ്റും. ഒന്നും കഴിക്കാത്തത് കൊണ്ടാണ് ഈ ക്ഷീണം. ഈ കാപ്പി കുടിച്ചൊന്ന് കുളിക്ക്, ഇതിൽ നിനക്കുള്ള ഡ്രസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലാസ്കിൻ്റെ കൂടെ സേവ്യർ കൊണ്ടുവന്ന് വെച്ച കവർ അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചു. അല്പം അടിച്ചാണെങ്കിലും അവനെ നോക്കാതെ അത് വാങ്ങി ആമി ചുണ്ടോട് ചേർത്തു. പതിയെ ആമിയുടെ ശ്രദ്ധ തിരിഞ്ഞു നിന്ന് എന്തോ നോക്കുന്നവനിലേക്ക് പോയി. ഗൗരവത്തിലാണ് മുഖമെങ്കിലും ചെയ്യുന്ന ഓരോ കാര്യവും വളരെ ശ്രദ്ധിച്ച് അടുക്കും ചിട്ടയോടും കൂടിയാണ് അവൻ ചെയ്യുന്നത്. അതിനെ ഒരു കപ്പ് നീക്കി വെക്കുന്നതാണെങ്കിൽ കൂടെ. കുടിക്ക്. ചായക്കപ്പും കയ്യിൽ വെച്ച് എന്തോ ചിന്തിച്ചിരിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും ഒന്ന് ഞെട്ടിക്കൊണ്ട് ആമി വേഗം ചായക്കപ്പൊന്ന് ചുണ്ടോട് ചേർത്തു. ചായ കുടിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് യാദവ് ബിസ്ക്കറ്റ് കൂടെ അവൾക്ക് നേരെ നീട്ടി. ആമി ചായയും ബിസ്ക്കറ്റും മുഴുവൻ കഴിച്ചു. കഴിയുന്നതുവരെ അവളെയും അവൻ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. ഞാൻ കാളിയാർ മഠത്തിലാക്കി പോയ നീ എങ്ങനെയാണ് ആ ഗുണ്ടകളുടെ കയ്യിലെത്തിയത്? പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ചോദ്യത്തിൽ അതുവരെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന അവൾ തല ഉയർത്തി അവനെ നോക്കി. പക്ഷേ അപ്പോഴും ആ മുഖത്ത് തികഞ്ഞ ഗൗരവം തന്നെയാണ്. നിന്നോടാണ് ചോദിച്ചത്. കാളിയാർ മഠത്തിൻ്റെ ഗേറ്റ് കടന്ന് ഒരാളും അതിനകത്തേക്ക് കയറില്ല. പിന്നെ നീ എങ്ങനെ അവരുടെ കയ്യിൽ എത്തിപ്പെടണമെങ്കിൽ അത് നീ കാളിയാർ മഠത്തിന് പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാണ്. ഗുജറാത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിന്നോട് ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം കാളിയാർ മഠം വിട്ട് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളത് മാത്രമാണ്. എന്നിട്ടും നീ എന്തിനാണ് പുറത്തേക്ക് പോയത്? അതും തനിച്ച്. ഇത്തവണ ഗൗരവത്തോടൊപ്പം അവൻ്റെ മുഖത്ത് അതിയായ ദേഷ്യവും നിറഞ്ഞിരുന്നു. അത് കാണി ആമി തല താഴ്ത്തി നിന്നു. പറയാമി. അവൻ്റെ ശബ്ദം വീണ്ടും ഒച്ചത്തിൽ ഉയർന്നു. എന്നാൽ അവന് മറുപടി കൊടുക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കതക് തുറന്ന് ശബ്ദം കേട്ടതും രണ്ടുപേരുടെയും ശ്രദ്ധ അവിടേക്ക് പോയി. കതക് തുറന്ന് വരുന്ന ഡോക്ടറെ കണ്ടതും ആമിക്ക് ആശ്വാസമായി. എന്നാൽ യാദവ് ഒന്നും മിണ്ടാതെ മാറി നിന്നു. ഗുഡ് മോർണിംഗ് ആമി. ഒരു പുഞ്ചിരിയോടെ എലിസബത്ത് ഡോക്ടർ അകത്തേക്ക് വരുമ്പോൾ അവരുടെ കൂടെ ഒരു നഴ്സുണ്ടായിരുന്നു. ഡോക്ടറെ നോക്കി ആമി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആമിയുടെ BP ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഡോക്ടർ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല. ഒരു ട്രിപ്പ് കൂടെ ഇട്ടതിന് ശേഷം ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആമി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ശരിയെന്നാ ഞാൻ പോട്ടെ. ആമിയോട് യാത്ര പറഞ്ഞതിനു ശേഷം ഡോക്ടർ യാദവിനെ ഒന്ന് നോക്കി. അവൻ തിരിഞ്ഞു നിൽക്കുവാണ്. പക്ഷേ അവൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടാണ്. പെട്ടെന്നാണ് യാദവിൻ്റെ വൈറ്റ് കളർ ഷർട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്ന രക്തം എലിസബത്ത് ഡോക്ടറോട് കാണുന്നത്. സർ. തിരിഞ്ഞു നിൽക്കുന്ന യാദവ് ഡോക്ടറുടെ ശബ്ദം കേട്ടതും ഒന്ന് തിരിഞ്ഞു നിന്നു. ബ്ലീഡിംഗ് ഉണ്ടല്ലോ, സ്റ്റിച്ച് പൊട്ടിയെന്ന് തോന്നുന്നു. അവൻ്റെ ഷർട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്ന രക്തത്തിലേക്ക് നോക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ആമിയുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത്. ഒരു നിമിഷം അവൻ്റെ ടീഷർട്ടിൽ അവളുടെ ശ്രദ്ധ പോയി. ഈ സമയത്ത് തന്നെയാണ് സേവ്യർ മുറിയിലേക്ക് വരുന്നത്. സർ, ഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും. നല്ല ആഴത്തിലുള്ള മുറിവാണ്, കൂടാതെ 7 സ്റ്റിച്ചും ഉണ്ട്. സേവ്യർ വേഗം മുറിക്കകത്തേക്ക് വന്ന് യാദവിനെ നോക്കി. അപ്പോഴും അവൻ്റെ മുറിവിൽ നിന്ന് രക്തം കിനിയുന്നുണ്ട്. യാദവിനെ നോക്കിക്കൊണ്ട് ഡോക്ടർ പറയുന്നതിനോടൊപ്പം നഴ്സിനെ കണ്ണുകൊണ്ട് കാണിച്ചതും അവർ വേഗം ഡോക്ടറുടെ അടുത്തേക്ക് വന്നു.
നഴ്സിന്റെ കയ്യിലുള്ള ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ഗ്ലൗസ് എടുത്ത് അവർ കൈകളിലേക്ക് ധരിച്ചു. അപ്പോഴും അതൊന്നും കാര്യമാക്കാതെ അവിടെ തന്നെ നിൽക്കുവാണവൻ. സർ, വേഗം ഇത് കഴിഞ്ഞ് നമുക്ക് കാളിയാർ മഠത്തിലേക്ക് പോവണം. CCTV വിഷ്വൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അവനെ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ സേവ്യർ പറഞ്ഞതും യാദവ് വേഗം ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് ഇരുന്നു. ആമിയുടെ ബെഡിന് അഭിമുഖമായിട്ടാണ് ആ ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നത്. ആരെയും നോക്കാതെ തൻ്റെ ശരീരത്തിൽ നിന്നും ആ വെളുത്ത കളർ ടീഷർട്ട് അടർത്തി മാറ്റിയതും അവൻ്റെ ഉരുക്ക് പോലെയുള്ള ശരീരം പ്രകടമായി. അവൻ്റെ ഉറച്ച ശരീരത്തിലൂടെ എല്ലാവരുടെയും കണ്ണുകൾ സഞ്ചരിച്ചപ്പോൾ ആമിയുടെ കണ്ണുകൾ ഉടക്കി നിന്നത് ആ വലിയ ബാൻഡേജിലേക്കും അതിൽ നിന്ന് കിനിയുന്ന അവൻ്റെ കൊഴുത്ത രക്തത്തിലേക്കുമായിരുന്നു. അവൻ്റെ ശരീരത്തിലുള്ള ആ ബാൻഡേജ് ഡോക്ടർ പതിയെ അടർത്തി മാറ്റിയതും തൻ്റെ മുൻപിൽ വെളിവായ അവൻ്റെ വലിയ തുന്നിക്കെട്ടിയ മുറിവിലേക്ക് അവളുടെ ശ്രദ്ധ പോയി. അതിൽ നിന്നും നിർത്താതെ ഒഴുകുന്ന രക്തം കണ്ടപ്പോൾ ആമി തൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ചു. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് കുറച്ചു മുൻപ് അവളുടെ കൈകൾ അമർന്ന് അവൻ്റെ നെഞ്ചിലേക്കായിരുന്നു. ആ വലിയ മുറിവിലേക്ക് താൻ കൈ അമർത്തിയപ്പോഴും യാതൊരു ഭാവഭേദവുമില്ലാതെ തന്നെ പൊതിഞ്ഞു പിടിച്ച യാദവിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു. ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ കണ്ണു തുറന്നതും അവളുടെ മുൻപിൽ വെളിവായത് ആ മുറിവിൽ നിന്ന് കോട്ടൺ കൊണ്ട് രക്തം തുടച്ചു മാറ്റുന്ന ഡോക്ടറുടെ ചിത്രമാണ്. അവസാനം ആ മുറിവിലേക്ക് മരുന്ന് വെച്ച് കെട്ടുന്നതിൻ്റെ കൂടെ സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ടെന്ന് നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് പോയി. എന്നാൽ ഡോക്ടർ പോയ ഉടനെ സേവ്യറിൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു ടീഷർട്ട് വാങ്ങി ധരിച്ചതിന് ശേഷം അവൻ ആമിയുടെ അടുത്തേക്ക് പോയി. നേഴ്സ് ഭക്ഷണം കൊണ്ട് തരും, അത് മുഴുവൻ കഴിച്ച് റെസ്റ്റ് എടുക്ക്. അത് പറഞ്ഞുകൊണ്ട് ഗൗരവത്തിൽ നടന്നു പോകുന്നവനെ കാണി അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി. എങ്ങോട്ടാ പോകുന്നത്? അത് ചോദിക്കുമ്പോൾ അവളുടെ വാക്കുകൾ നിറഞ്ഞു നിന്നത് ടെൻഷനായിരുന്നു. ഇന്നലെ എന്താണ് നടന്നത് എന്ന് നീ പറഞ്ഞില്ലെങ്കിലും അത് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ. പറഞ്ഞതിനു ശേഷം അവളിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ആ മുറിയുടെ പുറത്തേക്ക് പോയി. പുറകെ സേവ്യറും. കാറിലേക്ക് കയറി കാളിയാർ മഠത്തിലേക്ക് പോകുമ്പോൾ യാദവിൻ്റെ കണ്ണുകൾ മുഴുവൻ തൻ്റെ കയ്യിലുള്ള CCTV വിഷ്വൽസിലായിരുന്നു. ആമിയെ പിടിച്ച് പുറത്താക്കുന്ന ഉത്തരയോടൊപ്പം അവർ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കണ്ണുകൾ ചുവന്ന് മുഖം വലിഞ്ഞു മുറുകി. ഇനി നിന്നെ ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത്രനാളും നിന്നെ ഞാൻ വെറുതെ വിട്ടത് യദുവിനെ ഭയന്ന് മാത്രമാണ്. അല്ലാതെ നിന്നോടൊരു തരി സഹതാപം പോലും എനിക്കില്ല. പിന്നെ ഉള്ളത് പകയോ, തീർത്താൽ തീരാത്ത പക. അതിന് നിന്റെ അച്ഛനും കാരണക്കാരനാണ്. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഇറങ്ങിപ്പോടി പന്ന മോളെ. കാളിയാർ മഠത്തിൽ രാവിലെ ആമിയെ കാണാൻ ഹോസ്പിറ്റൽ പോകാൻ തയ്യാറാവുകയാണ് ചെറിയമ്മമാര്. ലച്ചുവാണെങ്കിൽ രാത്രി ഉറക്കമോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ആകെ കരഞ്ഞു തളർന്നു. ആമിയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ കുറ്റബോധം അവളുടെ ഉള്ളിൽ കൂടിക്കൊണ്ടിരുന്നു. പോരാത്തതിന് തനിക്ക് വേണ്ടി ആമി മുത്തശ്ശനോട് സംസാരിച്ചു എന്നതുകൂടെ അറിഞ്ഞതോടെ അവളുടെ കുറ്റബോധത്തിൻ്റെ ആഴം കൂടി. എന്നാൽ ഇതേ സമയം തൻ്റെ ബാഗിലേക്ക് വസ്ത്രങ്ങൾ കുത്തി നിറക്കുവാണ് ഉത്തര. യാദവ് ആമിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച സ്ഥിതിക്ക് ഏത് നിമിഷവും അവൻ്റെ ഒരു വരവുണ്ടാകും. അപ്പം താനാണ് എല്ലാത്തിനും പിന്നിലെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഓർക്കാൻ പോലും കഴിയാതെ ഉത്തര കണ്ണുകൾ മുറുക്കെ അടച്ചു. ഭയം അവരെ കാർന്നു തിന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ മുറിയിലാണ്. ഇന്നലത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞാകെ തകർന്നാണ് അവർ ഇരിക്കുന്നത്. ടെൻഷനോടെ ഇരിക്കുന്ന മുത്തശ്ശനടുത്തേക്ക് മുത്തശ്ശി പോയി. അവർ ഹോസ്പിറ്റൽ പോകുവാണല്ലോ, വരുമ്പോൾ ആമിമോളെ കൂട്ടിക്കൊണ്ട് വരും. യാദവതിന് സമ്മതിക്കുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പില്ലെങ്കിലും മുത്തശ്ശൻ്റെ ടെൻഷൻ കുറക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നില്ല. യദുവിൻ്റെ സ്വഭാവം നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ. ആമിമോളുടെയും കുഞ്ഞുങ്ങളുടെയും വരവിന് ശേഷമാണ് അവൻ അല്പമെങ്കിലും ഒന്ന് മാറി തുടങ്ങിയത്. എന്നിട്ടും അതിന് മുത്തശ്ശനോട് മുത്തശ്ശൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഒരു കാറ് കാളിയാർ മഠത്തിന് മുൻപിൽ വന്നു നിന്നു. ഇതേ സമയം തൻ്റെ മുറിയിലുള്ള ഓരോ സാധനങ്ങളിലായി നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു അരുണിമ തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചത്. ഇന്നലെ ആമി കാളിയാർ മഠത്തിൽ നിന്ന് പുറത്തായി എന്നറിഞ്ഞ നിമിഷം സന്തോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വിലയ്ക്ക് വാങ്ങിവെച്ച ഗുണ്ടകളെ ആമിയുടെ അടുത്തേക്ക് അയച്ചത്. ആരും അറിയാതെ അവളെയും കുഞ്ഞുങ്ങളെയും കൊന്നു കുഴിച്ചു മൂടാൻ തന്നെയായിരുന്നു അരുണിമയുടെ പദ്ധതി. ശവം പോലും ആർക്കും കിട്ടരുത് എന്ന് അവൾ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. രാത്രി ഉത്തര തന്നെ വിളിച്ചു പറഞ്ഞത് പ്രകാരം ലച്ചു ആമിയെ കുറ്റപ്പെടുത്തിയതിൽ മനംനൊന്ത് അവൾ ഇറങ്ങിപ്പോയതാണെന്ന് നിസ്സാരമായി വരുത്തി തീർക്കാനും അവർക്ക് കഴിയുമായിരുന്നു. അതുതന്നെയായിരുന്നു അവരുടെ ധൈര്യം. ഇന്നലെ രാത്രി നടു റോഡിൽ വെച്ച് ആമിയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകളുടെ മെസ്സേജ് വന്നതും അരുണിമയുടെ ഉള്ളിൽ ആനന്ദം തിരതല്ലി. യാദവ് അവനായിരുന്നു അവളുടെ മനസ്സ് നിറയെ. അവൻ്റെ ഗൗരവവും പ്രൗഢിയും പിന്നെ അവൻ്റെ അളവില്ലാത്ത സ്വത്തുക്കളും. കുറച്ചു നേരം കൊണ്ട് തന്നെ അരുണിമ യാദവിനോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങി. അവൻ്റെ സമ്പത്ത് കൊണ്ട് എന്തെല്ലാം ചെയ്യാമെന്ന് കണക്ക് കൂട്ടി.
ആമിയെയും കുഞ്ഞുങ്ങളെയും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കി കഴിഞ്ഞ തനിക്ക് നിഷ്പ്രയാസം അവനെ സ്വന്തമാക്കാമെന്നായിരുന്നു അവൾ കരുതിയത്. എന്നാൽ പിന്നീട് ആമിയെയോ അവളെ തട്ടിക്കൊണ്ടുവരാൻ പോയവരുടെയോ വിവരങ്ങളൊന്നും തന്നെ അരുണിമയ്ക്ക് കിട്ടിയില്ല. അപ്പോഴേ അവൾക്ക് അപകടം മണത്തിരുന്നു. പക്ഷേ യാദവ് നാട്ടിലില്ല എന്നുള്ള ധൈര്യത്തിലായിരുന്നു അവൾ. എന്നാൽ അവളുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ഇന്ന് കാലത്ത് ഉത്തരവിളിച്ച് ആമിയെ യാദവ് രക്ഷിച്ചു എന്ന് പറയുന്നത്. ആമിയെ കൊല്ലാൻ കഴിയാത്തതിൻ്റെ ദേഷ്യമാണിപ്പോൾ അവൾ ആ മുറിയിൽ കിടന്ന് തീർക്കുന്നത്. പക്ഷെ അപ്പോഴും മരണം അവൾക്ക് പുറകെയുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല. തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഓരോന്നായി ബാഗിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം തിടുക്കത്തോടെ ഉത്തരമുറിക്ക് പുറത്തേക്കിറങ്ങി. ആ മുറി വിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ എത്രയും വേഗം തൻ്റെ വീട്ടിലെത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു അവർക്ക്. ഇന്നലെ ആമിയെ കണ്ടെത്തിയ സ്ഥിതിക്ക് എന്തായാലും അവൻ കാളിയാർ മഠത്തിലേക്ക് വരും. അതൊരിക്കലും നല്ലതിനല്ല. യാദവിൻ്റെ ദേഷ്യം ഇതുവരെ നേരിട്ട് കണ്ടില്ലെങ്കിലും പലരും പറഞ്ഞവർ കേട്ടിട്ടുണ്ട്. പോരാത്തതിന് കുറച്ചു കാലം ഭ്രാന്താശുപത്രിയിൽ കടന്ന കഥകളും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വേഗം പടികളിറങ്ങി ഉത്തര താഴേക്ക് പോയി. ചെറിയമ്മമാർ ഉത്തരയെ കണ്ടിരുന്നു. 2 മാസത്തേക്ക് നിൽക്കാനെന്ന് പറഞ്ഞു വന്നവർ 20 ദിവസം കൊണ്ട് തന്നെ തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ തന്നെ സംശയത്തിൽ അവരുടെ മുഖം ചുളിഞ്ഞു. എന്നാൽ ഭർത്താവിന് സുഖമില്ലെന്നും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നും പറഞ്ഞു ഉത്തര പുറത്തേക്ക് ഇറങ്ങിയതും അവരുടെ കണ്ണുകൾ ഉടക്കിയത് മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന യാദവിലാണ്. അവരുടെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് തുറിച്ചിരുന്നു. ശരീരം മുഴുവൻ വല്ലാത്ത വിറയൽ. നെറ്റിയിലും കഴുത്തിലും പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ ആരെയും കാക്കാതെ താഴേക്ക് ഊർന്നുകൊണ്ടിരുന്നു. എന്നാൽ അതേസമയം ഡ്രൈവർ സീറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ യാദവിൻ്റെ കണ്ണുകൾ അവരെ ദേഷ്യത്തോടെ വെറുപ്പോടെ നോക്കി. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു സേവ്യറും. ഉത്തരെ അരച്ചു കലക്കി കൊടുത്ത കണ്ണ് ചിമ്മി അവൻ കുഴിക്കും. അത്രയ്ക്ക് ദേഷ്യമുണ്ട് സേവ്യറിന് അവരോട്. യാദവിൻ്റെ നോട്ടത്തിൽ ഉത്തര ഒന്ന് പതറിയെങ്കിലും ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ ഉത്തര ആരോ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ തന്നെ നിന്നുപോയി. ആൻറ്റി എവിടെ പോകുക? ഭയത്തിൽ വിറക്കുന്ന ഉത്തരയെയും അവരുടെ കയ്യിലുള്ള ബാഗിലേക്കും നോക്കിക്കൊണ്ട് യാദവ് ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ അവർ വിറച്ചുകൊണ്ടിരുന്നു.